വളരെ പരിണതപ്രജ്ഞനായ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. ഈ പറഞ്ഞ മന്ത്രിമാരുൾപ്പെടെ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ഈ പറഞ്ഞ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രി റോഡിൽ ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ, എന്തെങ്കിലും വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധം ഒരു ജനകീയ വിഷയം ഉയർത്തിപ്പിടിച്ച് മന്ത്രിക്കെതിരെയുള്ള സാധാരണ ഒരു വിഷയം ഉയർത്തിയിട്ടുള്ള പ്രതിഷേധമാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഇവിടെ ഷാഫി പറമ്പിലിനെതിരെ എന്ത് മുദ്രാവാക്യം ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെ വഴി തടയാനും ഇങ്ങനെ സമരം ചെയ്യാനും എന്താണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള അലിഗേഷൻ? ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഒരു പരാതി ഉണ്ടോ? ഷാഫി പറമ്പിലിന്റെ പേരിൽ ഏതെങ്കിലും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഈ നിമിഷം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്ന് പറയുന്നു, ഷാഫി പറമ്പിലിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു തരത്തിലും ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി വടകരയുടെ എംപിയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിലിനെ പോലൊരു വ്യക്തിയെ അധിക്ഷേപിച്ചും തെറി പറഞ്ഞും ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാർ രംഗത്ത് വരുമ്പോൾ അതൊക്കെ കേട്ടിട്ട് പോകാൻ പറ്റില്ല. അത് ഷാഫി പറമ്പിൽ എന്ത് പക്വതക്കുറവെന്ന് നിങ്ങൾ പറഞ്ഞാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു എംപി എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും അതിനെ ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല.